ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്. ഫിസിക്സിലെ ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. ആ ഇക്വേഷൻ്റെ കോൺസെപ്റ്റും അത് ഓർത്ത് വെക്കാനുള്ള ഐഡിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബോർ മോഡൽ പ്രകാരം ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. സർക്കുലർ ഓർബിറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ് ഈ രൂപത്തിലൊന്നും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസാണ്. ബട്ട് നീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു എക്സാമ്പിൾ വരച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. നോക്കടാ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സർക്കുലർ ഓർബിറ്റിൽ ഓരോ ഓർബിറ്റിനും, ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിന് ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ബട്ട് അനദർ എനർജി ലെവൽ, എക്സൈറ്റഡ് എനർജി ലെവലുകളൊക്കെ അവിടെയുണ്ട്. തേർഡും ഫോർത്തും ഓർബിറ്റുകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് ലെറ്റ് ഇറ്റ് ബി R1, രണ്ടാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് R2, മൂന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ്. അപ്പോൾ ഓരോ ഓർബിറ്റിനെയും റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ദെൻ ആ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ചോദിക്കും. അങ്ങനെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് സിമിലർ ടു സർക്കുലർ കറണ്ട്. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. കറങ്ങായതുകൊണ്ട് അവിടെ ടൈം പീരീഡ് ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, ആംഗുലാർ ഫ്രീക്വൻസി ഉണ്ട്, ലീനിയർ ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രൊപ്പോർഷണാലിറ്റി ബേസിലാണ് പ്രോബ്ലം ചോദിക്കുക. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, ഈ 9 ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഓരോന്നും എങ്ങനെ ഓർത്തു വെക്കാം, അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് പഠിച്ചു പോകാം. നോക്കടാ, ഫസ്റ്റ് വൺ ഇസ് റേഡിയസ്. നമുക്കറിയാം ബോർ റേഡിയസ് ഇസ് പ്രൊപ്പോർഷണൽ ടു n² ഡിവൈഡഡ് ബൈ Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പറാണ്. നമ്മൾ ബോർ മോഡൽ യൂസ് ചെയ്യുക ഹൈഡ്രജൻ, സിംഗിൾ അയോണൈസ്ഡ് ഹീലിയം, ഡബിൾ അയോണൈസ്ഡ് ലിഥിയമാണ്. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ഹൈഡ്രജനാണ് അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജനോ ഹീലിയമോ ലിഥിയത്തിൻ്റെയോ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏത് ഓർബിറ്റാണോ. അപ്പോൾ മൂന്നാമത്തെ ഓർബിറ്റാണ് 3². ഹൈഡ്രജൻ ആണെങ്കിൽ 1, ഹീലിയം ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 2, ലിഥിയം ആണെങ്കിൽ 3. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം 0.53 ആംസ്ട്രോം ഇൻറ്റു n² ഡിവൈഡഡ് ബൈ Z ആണ്. ഇതാണ് ഫസ്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ട് ഈ വാല്യൂ അടക്കം പഠിച്ചു വെക്കണം, കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. റേഡിയസ് കഴിഞ്ഞാൽ പിന്നെ ആ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ്. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി V ഈസ് പ്രൊപ്പോർഷണൽ ടു Z ഡിവൈഡഡ് ബൈ N ആണ്. റേഡിയസ് പ്രൊപ്പോർഷണൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്ക്വയർ ആവുന്ന സമയത്ത് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അതായത് റേഡിയസ് ഇങ്ങനെ കൂടി വരികയാണ്. ഓരോ ഓർബിറ്റിൽ പോകുമ്പോൾ റേഡിയസ് സ്ക്വയറിനനുസരിച്ച് കൂടി വരികയാണ്. റേഡിയസിൻ്റെ റേഷ്യോ വരിക 1:4:9:2 എക്സെട്ര 16:2 അങ്ങനെ പോകും. അതായത് ഈ റേഡിയസുകൾ തമ്മിലുള്ള നിയറസ്റ്റ് റേഡിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, ഈക്വലി സ്പേസ്ഡ് ആയിട്ടല്ല റേഡിയസ് ഓർബിറ്റുകൾ നിൽക്കുന്നത്. ഓക്കെ, സിമിലർലി അല്ല വെലോസിറ്റി, പക്ഷേ ഫസ്റ്റ് ഓർബിറ്റിലുള്ള വെലോസിറ്റിനേക്കാൾ കുറവാണ് സെക്കൻഡ് ഓർബിറ്റിൽ, അതിനേക്കാൾ കുറവാണ് തേർഡ് ഓർബിറ്റിൽ. ബിക്കോസ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആൻഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2.2 × 10⁶ Z ഡിവൈഡഡ് ബൈ N. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ ഓർബിറ്റിലെ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 2.2 × 10⁶ അപ്രോക്സിമേറ്റ്ലി ആണ് 10⁶. ഫസ്റ്റ് ഓർബിറ്റാണ് n 1 കൊടുക്കാം, സെക്കൻഡ് ആണ് 2, തേർഡ് ആണെങ്കിൽ 3. ഹൈഡ്രജനിൽ Z വാല്യൂ 1 ആണല്ലോ. ഇനി ഹീലിയത്തിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹീലിയത്തിൻ്റെ ഏത് ഓർബിറ്റാണ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2. ഇനി ഇത് രണ്ടും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ദിസ് ഈസ് കമ്പൽസറി. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ റോസ് കളറിൽ അത് രണ്ടും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇത് രണ്ടും അറിയാമെങ്കിൽ ബാക്കിയൊക്കെ ഈ കാണുന്ന താഴോട്ടേക്കുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവും പഠിച്ചു വെക്കണം. ഇനി നോക്കാം ടൈം പീരീഡ്. സർക്കുലർ പാത്തിലല്ലേ കറങ്ങുന്നത്. സർക്കുലർ പാത്തിൽ കറങ്ങുമ്പോൾ ടൈം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. നമ്മളിതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ലെങ്ത് വരെ 2πr ആണ്, ഡിവൈഡഡ് ബൈ V. അപ്പോൾ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പോൾ നമ്മൾ റേഡിയസിൻ്റെയും വെലോസിറ്റിൻ്റെയും പ്രൊപ്പോർഷണാലിറ്റി ഓൾറെഡി പഠിച്ചു വെച്ചുകൊണ്ട് റേഡിയസിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി n² ബൈ Z ഡിവൈഡഡ് ബൈ വെലോസിറ്റീൻ്റെത് Z ബൈ N. അപ്പോൾ N മുകളിലേക്ക് പോകും, Z ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഈ ടേം ഞാൻ വായിച്ചുള്ളുന്നുണ്ട്. ടൈം പീരീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു n³ ഡിവൈഡഡ് ബൈ Z². n³ ഡിവൈഡഡ് ബൈ Z² വരും.
ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് കിട്ടി. ടൈം പീരീഡ് കിട്ടിയാൽ ഫ്രീക്വൻസി കിട്ടും. കാരണം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/t. അപ്പോൾ ഫ്രീക്വൻസി ഈസ് പ്രപ്പോർഷണൽ ടു z² ഡിവൈഡഡ് ബൈ n³. ഫ്രീക്വൻസി കിട്ടി. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2πν. അപ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഓൾസോ പ്രപ്പോർഷണൽ ടു ലീനിയർ ഫ്രീക്വൻസിൻ്റെ അതേ പ്രപ്പോർഷണാലിറ്റി z² ഡിവൈഡഡ് ബൈ n³. നെക്സ്റ്റ് കറണ്ട് എന്താടാ? I ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ കറങ്ങുന്ന ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ കറണ്ട് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം പീരീഡ്. ഫ്രീക്വൻസിയുടെ അതേപോലെ തന്നെ വരും. കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു z² ഡിവൈഡഡ് ബൈ n³. ആംഗുലാർ മൊമെൻറ്റം ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പ്രകാരം ആംഗുലാർ മൊമെൻറ്റം L ഇസ് ഈക്വൽ ടു nh/2π ആണ്. സോ ആംഗുലാർ മൊമെൻറ്റം ഈസ് പ്രപ്പോർഷണൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. അടുത്തത് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഏരിയ πr². സർക്കിൾ അല്ലേ? അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു കറണ്ടിൻ്റെ പ്രപ്പോർഷണാലിറ്റി z² ഡിവൈഡഡ് ബൈ n³ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ റേഡിയസ് n² ഡിവൈഡഡ് ബൈ z അല്ല. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ n⁴ ഡിവൈഡഡ് ബൈ z². ക്യാൻസൽ ആവും. n⁴ n³ ക്യാൻസൽ ചെയ്താൽ ഡൈപോൾ മൊമെൻറ്റ് ഇസ് പ്രപ്പോർഷണൽ ടു n ഇറ്റ്സെൽഫ്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു സർക്കുലർ ലൂപ്പ്, കറന്റ് ക്യാരിങ് ലൂപ്പിൻ്റെ സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇസ് μ0I ഡിവൈഡഡ് ബൈ 2r ആണ്. സോ കറണ്ട് ഇസ് പ്രപ്പോർഷണൽ ടു I/r. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രപ്പോർഷണൽ ടു I/r. മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ടിൻ്റെ പ്രപ്പോർഷണാലിറ്റി z² ഡിവൈഡഡ് ബൈ n³. റേഡിയസിൻ്റെ പ്രപ്പോർഷണാലിറ്റി n² ഡിവൈഡഡ് ബൈ z. pz മുകളിലേക്ക് പോകും, n² ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി ബിക്കംസ് z³ ഡിവൈഡഡ് ബൈ n⁵5. സോ ഇത്രയും പ്രപ്പോർഷണാലിറ്റി കാണുന്നുണ്ട് വിചാരിക്കും ഗ്യാസ്. ഇത്രയും പ്രപ്പോർഷണാലിറ്റിയാണ് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ വരച്ച് ഇത് പഠിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. In a hydrogen atom, electron excite from ground state to higher energy state. Its orbital velocity reduced 1/3 of initial. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വെലോസിറ്റി v ആണെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ വെലോസിറ്റി v/3 ആയി. ഹൈഡ്രജൻ ആറ്റമാണ്. വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വെലോസിറ്റി v ആണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ v/3 ആണ്. അപ്പോൾ പ്രപ്പോർഷണൽ ടു v/n അല്ലേ? അപ്പോൾ v/3 ആയെങ്കിൽ n ഇസ് ഈക്വൽ ടു എത്രയായി? 3 ആയി. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് n ഇസ് ഈക്വൽ ടു 3 ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n ഇസ് ഈക്വൽ ടു 1. n ഇസ് ഈക്വൽ ടു 3 ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയത്. ഇനി നമ്മൾ ചോദിച്ചത് എന്താ? ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇസ് ആർ ദെൻ റേഡിയസ് ഓഫ് ഓർബിറ്റ് ഇൻ ദാറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ റേഡിയസ് ഇസ് പ്രപ്പോർഷണൽ ടു n² അല്ലേ? അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ റേഡിയസ് ഇസ് ഈക്വൽ ടു r0 ഇൻറ്റു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആയതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ റേഡിയസ് r0 ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ തേർഡ് ഓർബിറ്റ് അല്ലേ? r3 ഇസ് ഈക്വൽ ടു r0 ഇൻറ്റു 3² n². അപ്പോൾ r3 ഈസ് ഈക്വൽ ടു 9r0. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 6 ആണെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തേർഡ് ഓർബിറ്റിൽ 9r. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഹിയർ യു ഹാവ് എ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. സി ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇത് വായിച്ചു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. എത്ര ആൻസേഴ്സ് വരുന്നുണ്ട് നോക്കട്ടെ. മാത്രമല്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ അടുത്ത ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ വരും. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയ, ഏത് ടോപ്പിക്കാണ്, ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് കട്ടുകൾ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ഏരിയയാണ് നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ആയിട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടത് കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നീറ്റ് എക്സാം വരെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ റെക്കോർഡഡ് കണ്ടന്റ് ആയിട്ട് വരും. സോ നിങ്ങളുടെ നീഡായിട്ടുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ JB ഫ്രം സാലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.